So praise God everyone and good morning, good afternoon, good evening. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണ് കാണുന്നത് അനുസരിച്ച് നിങ്ങളോട് കർത്തൃനാമത്തിലുള്ള ഗ്രീറ്റിംഗ്സ്. ഒരു പ്രത്യേക അർജൻറ്റായിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് ഈ ഒരു രീതിയിൽ ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളിതിനോടകം അറിഞ്ഞു കാണും, ഇറാൻ്റെ സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖമേനി ഇല്ലാതായിരിക്കുകയാണ്. ഇല്ലാതാകാനുള്ള കാരണം ഇന്നലത്തെ ആ ഇസ്രയേലി ആക്രമണത്തിൽ തൻ്റെ ആ പാലസ്, തൻ്റെ കൊട്ടാരത്തിൻ്റെ മുകളിൽ 30 ബങ്കർ ബസ്റ്റർ ബോംബ്സ് ആണ് ഇസ്രായേൽ ഇട്ടത്. ആ ഒരു കൊട്ടാരത്തിൻ്റെ അടിയിലുള്ള ഒരു ബങ്കറിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഖമേനി. ആ ഒരു ആക്രമണത്തിൽ ഖമേനി ഇല്ലാതായിരിക്കുകയാണ്. ഖമേനിയെ പറ്റി പറയുകയാണെങ്കിൽ ഇന്നത്തെ ഹാമാൻ ആണ് ഇല്ലാതായിരിക്കുന്നത്. ഞാൻ അതിനെപ്പറ്റി ഇച്ചിരി കഴിഞ്ഞിട്ട് ഞാൻ പറയാം. എന്തായാലും ഖമേനിയോടൊപ്പം മറ്റ് സീനിയറായിട്ടുള്ള ഇറാനിലുള്ള മിലിറ്ററി, പിന്നെ അതുപോലെ പൊളിറ്റിക്കലായിട്ടുള്ള ചില ലീഡേഴ്സും എല്ലാവരെയും അങ്ങാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. പിന്നെ ഇറാൻ അതിന് പ്രതികരണമായിട്ടുള്ള രീതിയിൽ അമേരിക്കയുടെ ബേസുകൾ, ആ മിഡിൽ ഈസ്റ്റിലുള്ള 5ൽ പരം രാജ്യങ്ങളിലുള്ള ബേസുകൾ, അതിപ്പോൾ ബഹ്റിൻ, UAE, ഖത്താർ, ഒമാൻ, പിന്നെ ദുബായിലും ഒക്കെ അവർ ഈ മിസൈൽസും ഡ്രോണും എല്ലാം അയക്കുകയും ഈ കണ്ണടച്ച് വിടുക എന്നുള്ള രീതിയിൽ അത് അവിടെ ഇവിടെയൊക്കെ പോയി ബിൽഡിങ്സിൻ്റെ അവിടെയൊക്കെയും വീഴുകയുണ്ടായി. പിന്നെ ഇസ്രായേലിലോട്ടും അവർ മിസൈലുകളൊക്കെയും അയച്ചു. ഇസ്രായേൽ പലതിനെയും അവരുടെ ആ മിസൈൽ ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് എല്ലാം വെടിവെച്ചിടുകയും ചെയ്തു. 1-2 മാത്രമാണ് അവിടുത്തെ ആ ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്തത്. അതും അങ്ങനെ വലിയ ആളപായം ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാൻ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഇൻഫോർമേഷനും നിങ്ങൾ ടെലഗ്രാം ചാനലിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഇതിനോട് നിങ്ങൾക്കിത് അറിഞ്ഞു കാണും. ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവർ ഓർക്കണം, ഇപ്രകാരമുള്ള സെൻസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ വരുമ്പോൾ ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്യുന്ന, ഷെയർ ചെയ്യുന്ന ടെലഗ്രാമിലാണ്. അതിനകത്താണ് പിക്ചേഴ്സും വീഡിയോസും ക്ലിപ്സും, പിന്നെ ഇപ്രകാരം യൂട്യൂബിൽ ഷെയർ ചെയ്യാൻ പറ്റാത്ത സെൻസിറ്റീവായിട്ടുള്ള കണ്ടന്റ് എല്ലാം തന്നെ ടെലഗ്രാം ചാനലിലാണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജോയിൻ ചെയ്യാത്തവർ നമ്മുടെ ടെലഗ്രാം ചാനൽ പോയിന്റർ ടു എറ്റേണിറ്റി എന്ന ചാനൽ ജോയിൻ ചെയ്യണം. അതിനകത്ത് നിങ്ങൾക്ക് ഈ പറയുന്ന എല്ലാ ഇൻഫർമേഷനും അപ്പോൾ തന്നെ ഞാൻ ഷെയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഞാൻ ഹാമാൻ എന്ന് പറഞ്ഞപ്പോൾ അതിനെപ്പറ്റി 1-2 കാര്യങ്ങളൊന്ന് പറയണം. ഇതിപ്പോൾ നടക്കുന്നത് ഇസ്രയേലിലെ പുരിം ഫെസ്റ്റിവലിനോടടുത്ത സമയത്താണ്. ഇസ്രയേലിലെ പുരിം ഈ വർഷം നടക്കുന്നത് ഈ മാർച്ച് 2-ാം തീയതി 3-ാം തീയതി എന്ന ഈ ദിവസങ്ങളിലാണ്. പുരിം എന്ന് പറയുന്നത് ഒരു യഹൂദ ഉത്സവമാണ്. പണ്ട് പേർഷ്യയാണല്ലോ ഇന്നത്തെ ഇറാൻ. പേർഷ്യയിലുണ്ടായിരുന്ന ആ യഹൂദരെ ഇല്ലായ്മ ചെയ്യുവാൻ അന്നത്തെ ആ പേർഷ്യയെ ഭരിച്ചിരുന്ന രാജാവിൻ്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന ഹാമാൻ ഒരു വിക്കഡായിട്ടുള്ളൊരു പദ്ധതി റെഡിയാക്കി. എല്ലാ യഹൂദരെയും, പേർഷ്യയിൽ വസിച്ചിരുന്ന, പേർഷ്യൻ സാമ്രാജ്യത്തിന് കീഴിൽ ഉണ്ടായിരുന്ന ആ യഹൂദർ, അവിടെ താമസിച്ചിരുന്ന യഹൂദരെ എല്ലാവരെയും ഒരു ദിവസം കൊണ്ട് തനിക്ക് ഇല്ലാതാക്കണം. പക്ഷേ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി, യഹൂദർക്ക് വേണ്ടി ഇടപെടുകയും അങ്ങനെ ഇസ്രായേൽ മക്കളെ രക്ഷിക്കുകയും ഹാമാൻ ഒരുക്കി വെച്ചിരുന്ന ആ ഗാലോസ് ഉണ്ടല്ലോ, ഈ കെട്ടിത്തൂക്കി കൊല്ലുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു ഗാലോസിൻ്റെ മേൽ ഹാമാനെയും ഹാമാൻ്റെ കുടുംബത്തെയും തന്നെ തൂക്കിക്കൊല്ലുവാൻ രാജാവ് ഉത്തരവിടുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പണ്ടത്തെ ഹാമാനെ ദൈവം ഇല്ലാതാക്കിയെങ്കിൽ ഇന്നത്തെ ഹാമാനായി കണക്കാക്കാവുന്ന അയത്തുള്ള അലി ഖമേനിയും ദൈവം ഒരർത്ഥത്തിൽ ഇല്ലാതാക്കിയിരിക്കുക. അപ്പോൾ നമ്മളിതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 49-ലെ ആ ഏലാമിനെ കുറിച്ചുള്ള, ഏലാം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഇറാൻ, ഏലാമിനെ കുറിച്ചുള്ള പ്രവചനം നിവൃത്തിയാകുന്ന ആ സമയമായോ? ഏലാമിൻ്റെ പ്രവചനത്തെ പറ്റിയും എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയും മറ്റൊരു സന്ദേശം ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ആയാലും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇറാനിൽ ഇപ്പോൾ സെലിബ്രേഷൻസ് ആണ്. അയത്തുള്ള അലി ഖമേനി മരിച്ചതെന്ന് അറിഞ്ഞപ്പോൾ ജനം ഏറെക്കുറെ നല്ലൊരു പങ്കും സെലിബ്രേറ്റ് ചെയ്യുക. കാരണം കുറച്ചു മുമ്പ് ഒരു പോൾ ഉണ്ടായിരുന്നു. അവിടെ നടത്തിയൊരു പോളിൽ 81% ആളുകൾ, ഇറാനിയൻസിനും ഇപ്പോഴത്തെ ഈ ഭരണകൂടത്തെ, ഈ അയത്തുള്ള അലി ഖമേനിയുടെയൊക്കെ ഈ ഒരു കീഴിലുള്ള ഈ ഭരണകൂടത്തെ ഇഷ്ടമല്ല. 51, 61, 31 അല്ല, 81% ഇറാനിയൻസിനും അവിടുത്തെ ആ ഭരണകൂടത്തെയും ഖമേനിയും ഇഷ്ടമല്ലായിരുന്നു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഖമേനിയെ ഇല്ലാതാക്കി എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ പ്രൈം മിനിസ്റ്ററോ പ്രസിഡന്റിനെയോ അല്ലെ രാജാവിനെയോ ഇല്ലാതാക്കുക എന്നതുപോലെയല്ല. മതപരമായ റിലീജിയസ് ഹെഡ്, അവരുടെ ഹീറോയാണ് ഇപ്പോൾ ഇല്ലാതാക്കിയിരിക്കുന്നത്. ആൻഡ് ട്രംപ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഇറാനിയൻസിൻ്റെ കോളാണ്, ഇറാനിയൻസിൻ്റെ തീരുമാനമാണ് അവിടുത്തെ ഭരണകൂടം ഇപ്പോൾ തിരിച്ച് പിടിച്ചെടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അവർ
അവർക്ക് നേരത്തെ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു, ഹെൽപ്പ് ഈസ് ഓൺ ദ വേ, സഹായം വരുന്നുണ്ടെന്ന്. താൻ പ്രോമിസ് ചെയ്തിരുന്ന സഹായം എത്തിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇറാനിലുള്ള സാധാരണ ജനമാണ് തീരുമാനിക്കേണ്ടത്. അവിടുത്തെ ആ ഭരണകൂടം മാറ്റി അവർക്ക് സ്വതന്ത്രമായി പണ്ടത്തെ ആ സ്വാതന്ത്ര്യത്തോടുകൂടി ഉണ്ടായിരുന്ന പേർഷ്യ എന്ന് പറയുന്ന സമയത്തെ പോലുള്ള ഒരു സമയത്തിലേക്ക് തിരിച്ചു വരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ഇറാനിലുള്ള ജനതയാണ്. ദൈവത്തിന് ഇസ്രയേലിനെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. ഈ ഇറാനിലെ ഭരണകൂടവും ഈ ഖമേനി ഉൾപ്പെടെ അവിടുത്തെ ആ ഭരണകൂടത്തിൻ്റെ ലീഡേഴ്സ് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇസ്രയേലിനെ ഇല്ലായ്മ ചെയ്യണമെന്ന്. പക്ഷേ ആർക്കും ദൈവത്തിൻ്റെ പ്ലാനിനെ മാറ്റിമറിക്കുവാൻ സാധിക്കില്ല. ട്രംപ് തൻ്റെ ആ ഫസ്റ്റ് അഡ്മിനിസ്ട്രേഷൻ്റെ ആ സമയത്ത് കാസം സൊളൈമാനി എന്ന് പറയുന്ന അവരുടെ ആ ടെറർ ലീഡർ, ഇറാൻ്റെ ആ ടെറർ ലീഡറിനെ തന്നെ ഇല്ലാതാക്കി. താനാണ് ഇറാൻ്റെ പല പകരക്കാരുമായിട്ടുള്ള നെറ്റ്വർക്കൊക്കെ ബിൽഡ് ചെയ്ത് തന്നെ ഇല്ലാതാക്കി. പിന്നെ ആണവ കരാറിൽ നിന്ന് അമേരിക്കയെ അങ്ങ് വിഡ്രോ ചെയ്തു, പിന്മാറി. പിന്നെ ട്രംപിൻ്റെ ഈ സെക്കൻഡ് അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്താണ് താനിപ്പോൾ ഈ ഖമേനിയെ ഇല്ലാതാക്കുന്ന വിധത്തിലുള്ള ഈ ഓപ്പറേഷനൊക്കെയും ചെയ്തത്. ഹമാസിൻ്റെയും ഹെസ്ബുള്ളയുടെയും ഹൂതികളുടെയും ഇവരൊക്കെയാണല്ലോ ഇറാൻ്റെ പകരക്കാർ, അവരുടെ നേതാക്കളും പിന്നെ ഇപ്പോൾ ഇറാൻ്റെ നേതാക്കളും ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇസ്രയേൽ സ്റ്റിൽ സ്റ്റാൻഡ്സ്. ഇസ്രയേൽ ഇപ്പോഴും ജയാളിയായി തന്നെ നിൽക്കുന്നു. അത് ഇസ്രയേലിൻ്റെ പ്രത്യേകത കൊണ്ടാണോ? ഒരിക്കലുമല്ല. ഇസ്രയേലിന് പ്രത്യേകതയുള്ള ഒരു ദൈവമുണ്ട്. There is a God who works behind Israel, the God of the Bible. എബ്രഹാം, ഇസാഖ്, യാക്കോബിൻ്റെ ദൈവമാകുന്ന യഹോവയായ ദൈവം, ബൈബിളിൽ നമ്മൾ കാണുന്ന പിതാവ്, പുത്ര, പരിശുദ്ധാത്മ ദൈവം. ആ ദൈവത്തിൻ്റെ പ്രത്യേകത കൊണ്ടാണ്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, അതുകൊണ്ടാണ് ഇസ്രയേലിനെ ഇന്നും നിലനിർത്തുന്നത്. അപ്പോൾ നമ്മൾ ഏതായാലും അവിടെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഇസ്രയേലിനെ വഹിച്ച് പ്രാർത്ഥിക്കുക, ഇറാനിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പിന്നെ അതുപോലെ നമ്മുടെ മിഡിൽ ഈസ്റ്റിലുള്ള ഗൾഫ് പ്രദേശങ്ങളിലുള്ള നമ്മുടെ പല സഹോദരങ്ങൾ അവർ കുടുംബമായി അവിടെ പാർക്കുന്നുണ്ട്. ഇത് കാണുന്ന പലരും, എനിക്കറിയാം നിങ്ങളും ഇത് കാണുന്നുണ്ടെന്നറിയാം. എല്ലാവരും നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുക. ദൈവത്തിന് എന്തോ ഒരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്രത്യേക പദ്ധതിയുണ്ട്. ഇറാനിലുള്ള ആ ഒരു ജനതയെ ഓർത്ത് ദൈവത്തിൻ്റെ പദ്ധതി, ഞാൻ പറഞ്ഞല്ലോ, ഏലാമിൻ്റെ പ്രവചനത്തിൻ്റെ നിവൃത്തീകരണമാണോ ഇപ്പോൾ എന്താണെന്ന് നമുക്ക് ഇപ്പോൾ ക്ലിയർ ആയിട്ടുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. പക്ഷേ ദൈവിക ഒരു പദ്ധതി വെളിപ്പെടേണ്ടതിനായി എല്ലാവരെയും വഹിച്ച് നമ്മൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഞാൻ വീണ്ടും ഇപ്രകാരമുള്ള ഇൻഫർമേഷനൊക്കെയും വരുന്നതിനനുസരിച്ച് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില പ്രത്യേക കാര്യങ്ങൾ എല്ലാം കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി വീണ്ടും യൂട്യൂബിൽ തന്നെ ചിലപ്പോൾ ഇപ്രകാരമുള്ള ഷോർട്ടായിട്ടുള്ള ചിലപ്പോൾ ഒരു അപ്ഡേറ്റ് തന്നെ പോസ്റ്റ് ചെയ്യുന്നിരിക്കും. So stay tuned, take care, God be with us all.